പയർ വിതച്ച മരണം. പെരുമ്പാവൂർ എന്ന ചെറുനഗരത്തിൽ ചെറുപ്രായക്കാരനായ മിഥുൻ, അമ്മക്കൊപ്പം പച്ചക്കറി കൃഷി ചെയ്ത് സ്കൂളിലൊപ്പമെത്തിയിരുന്ന ഒരു കഠിനാധ്വാനി. ഓൺലൈൻ കളികൾക്കും കാഴ്ചകളിലുമല്ല, മണ്ണിന്റെയും വേലയുടെ മാധുരിയിലായിരുന്നു അവന്റെ ഇഷ്ടം. ഒരു ദിവസം, ഗ്രാമത്തിൽ ഒരു വിദേശ കമ്പനി കാർഷിക പരീക്ഷണങ്ങൾക്കായി ആധികാരികത ഇല്ലാതെ ഉപയോഗിച്ച കീടനാശിനിയെക്കുറിച്ച് വാർത്ത വന്നു. പച്ചക്കറി കൃഷിയിലായി ഉപയോഗിച്ച ആ വിഷവസ്തു മിഥുൻ നിസ്സാരമായി തൊട്ടു. 2 ദിവസം കൊണ്ട് അവന്റെ ശരീരത്തിൽ അജ്ഞാതരോഗം തുടങ്ങി. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, അമിത വിഷം, അതിന്റെ ഫലം തന്നെ. പുഞ്ചിരിയോടെ കൃഷി ചെയ്ത കൈകൾ ഒരു വേദനാഭരിതമായ ഓർമ്മയായി മാറുമ്പോൾ, നാട്ടുകാരുടെ മനസ്സ് നിറയെ ഒരു ചോദ്യമാവുകയും ചെയ്തു, ആർക്ക് വേണ്ടിയാണീ പരീക്ഷണങ്ങൾ? മിഥുൻ വിട പറഞ്ഞ ദിവസം, മുഴുവൻ ഗ്രാമവും കറുത്ത പുതപ്പണിഞ്ഞു. അതേ ദിവസം മുതൽ, സ്കൂളിലെ കുട്ടികൾ സ്കൂളിനോടും പഞ്ചായത്തിനോടും ചേർന്ന് ആരംഭിച്ച പ്രസ്ഥാനം, വയലും ആരോഗ്യവും സംരക്ഷിക്കാം, സാമൂഹിക മാധ്യമങ്ങൾ വഴി ദേശീയ ശ്രദ്ധ നേടി. മിഥുനിന്റെ ചെറിയ കൃഷിത്തോട്ടം, ഇനി കേരളത്തിന്റെ ഏറ്റവും വലിയ, വിഷരഹിത പച്ചക്കറി തോട്ടമായി മാറി. ഒരു ചെറുപ്രായക്കാരന്റെ സ്വപ്നം, ഗ്രാമത്തിന്റെ ഉണർവായി ഉയർന്നു. ഇത് കേട്ട ഒരു കേൾവിക്കാരൻ കുറിച്ചു. ഒരു കുട്ടിയുടെ മരണം ഒരു ജനതയെ ഉണർത്തിയപ്പോൾ, എന്താണ് നമ്മളെ ഇപ്പോഴും നിശബ്ദരാക്കുന്നത്?